കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ വകുപ്പ് മാറ്റിയ നടപടി സ്റ്റേ ചെയ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അധികാരപരിധി മറികടന്നാണ് ട്രൈബ്യൂണൽ ഇടപെട്ടത് എന്നാണ് സർക്കാരിന്റെ വാദം. ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെ വാദങ്ങൾ ഉയർത്തിയാണ് സർക്കാർ ഇപ്പോൾ ഈ ഹർജി നൽകിയിരിക്കുന്നത്? വിഷ്ണു, ഉമേഷ്, ബി അശോകും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പരസ്യപ്പോര് തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് സ്റ്റേ ചെയ്ത ബി അശോകിന് കൃഷി വകുപ്പിൽ തന്നെ തുടരാം എന്ന് പറഞ്ഞത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് തന്നെ അധികാരപരിധിക്ക് മറികടന്നാണ്. ഒപ്പം ഒരു ഉദ്യോഗസ്ഥൻ IAS ചട്ടപ്രകാരം ഒരു ഉദ്യോഗസ്ഥൻ ഒരേ വകുപ്പിൽ തന്നെ ജോലി ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല, അത് ശരിയായ വാദമല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിലവിൽ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ പറയുന്നത്. തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കും. 3 തവണയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ബി അശോകിന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഏൽക്കേണ്ടി വന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ഉന്മേഷം, ഇപ്പോൾ ഈ നേരത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലിനൊക്കെ തിരിച്ചടി ഉണ്ടായതാണല്ലോ വിഷ്ണു. അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്, അല്ലേ? ഉമേഷം, 3 തവണ, അതായത് ആദ്യം തദ്ദേശ വകുപ്പിലേക്ക് മാറ്റി, പിന്നീട് ഗതാഗത വകുപ്പിലേക്ക് മാറ്റി, ഏറ്റവും ഒടുവിൽ PRD-യിലേക്ക് മാറ്റി. ഈ 3 തവണയും ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പോവുകയും സ്റ്റേ വാങ്ങുകയും പിന്നീട് പ്രിൻസിപ്പൽ സെക്രട്ടറി കൃഷി വകുപ്പിൽ തന്നെ തുടരുകയും ചെയ്തു. അങ്ങനെ 3 തവണ തിരിച്ചടി കിട്ടിയ പശ്ചാത്തലത്തിലാണ് സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് പോകാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഇടപെടാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത്, അത് അധികാരപരിധിക്ക് അപ്പുറത്തുള്ള വിഷയത്തിലാണ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന വാദം. ഒപ്പം ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു വകുപ്പിൽ തന്നെ ജോലി ചെയ്യണമെന്നുള്ളത് നിർബന്ധമില്ല. ഈ 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല നിലപാട് സർക്കാരിന് ഒപ്പം ഉണ്ടാകുമോ എന്ന് ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അറിയാം. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കും. ഉറപ്പായും തന്നെ അതിൽ ഇനി ഇൻസ്ട്രക്ഷന് പോകും. അത് ബി അശോകിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും മറുപടി ഈ വിഷയത്തിൽ തേടും. അതിനുശേഷമായിരിക്കും വിശദമായ വാദത്തിലേക്ക് പോകുക. ഉന്മേഷം, ശരി. വിഷ്ണു സുരേഷാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.